നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. May the name of God be glorified. ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് ബോബി ചാർലി എന്നാണ്. As already announced, my name is Bobby Charlie. ഞാൻ ആദ്യം എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ഗ്രേസ്. എനിക്ക് 2 പെൺമക്കളുണ്ട്. Let me introduce my family. My wife's name is Grace and I have 2 daughters. മൂത്ത മകൾ പെർസിസ് തിരുവല്ല TMM-ൽ BSc 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. Elder daughter Persis is studying nursing in Tiruvalla Medical Mission Hospital. She is a 2nd year student. രണ്ടാമത്തെ മകൾ പ്രിസില്ല +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. And second daughter Priscilla is in +1 standard. ഇവിടെ മൈലപ്രയിലുള്ള ദൈവജനത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുകയും മൈലപ്ര സഭയോട് ബന്ധപ്പെട്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ മഹത്വമാർന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എളിയ നിലയിൽ. I continue worshiping the Lord along with the saints in Mylapra Assembly, as well as continue involving in the Lord's ministry in the region of Pathanamthitta as the Lord enables me. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായിട്ട് 24 വർഷങ്ങളാകുമ്പോഴും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ ഇപ്പോഴും ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നു, ഒട്ടും അർഹതയില്ലാത്ത ഒരു സ്ഥാനത്തും ഇടത്തിലുമാണ് ദൈവം എന്നെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നത് എന്ന്. Even though it has been 24 years since I got saved, I still acknowledge before God that God has placed me in a situation and a place that I seldom deserve or seldom qualified. 24 വർഷങ്ങൾക്ക് മുമ്പ് 1997-ൽ എൻ്റെ കർത്താവ് വളരെ അത്ഭുതകരമായ നിലയിൽ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ നിലയിൽ നിങ്ങളെ കാണുകയില്ല എന്നല്ല, ലോകത്തിന് മുകളിൽ തന്നെ ഭൂമിക്ക് മുകളിൽ തന്നെ ഞാൻ ഒരുപക്ഷെ കാണുമായിരുന്നില്ല. If the Lord had not been visiting me since 24 years before, it is not only that I would not be able to come with you in this manner, but also probably I would not have been upon this face of the earth. കണ്ണൂർ ജില്ലയിലെ കോളയാട് എന്ന പേരുള്ള ഒരു ഗ്രാമത്തിൽ ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. I was born and brought up in an exclusive Catholic family in Kannur district, a place called Kolayad. അതെ, വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. എൻ്റെ അമ്മ കൂലിവേല എടുത്താണ് ഞങ്ങള് 6 ആൺമക്കളെ വളർത്തി വലുതാക്കിയത്. 6 ആൺമക്കളിൽ 3ാമനായാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. My father was a drunkard and I was growing up in literally poverty, as my mother had to work on daily wages for meeting the needs of our family. I am the 3rd son of 6 children of my parents. വീട്ടിലെ ദാരിദ്ര്യവും നാട്ടിലെ വളരെ ശോചനീയമായ അവസ്ഥയും കാരണം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ നാട് വിട്ട് കർണാടക വഴിയായി പലയിടങ്ങളിലും കറങ്ങി ഒടുവിൽ ബോംബെ വഴി ബറോഡയിലേക്ക് നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത്. Due to the difficult situation and poverty at my home, I had to complete my high school studies and then leave Kerala, roaming around different places, passing through Karnataka, and finally came to Bombay. ബോംബെയിൽ നിന്ന് ബറോഡയിലെത്തി. ബറോഡയിൽ ദീർഘമായി 11 സംവത്സരം അവിടെ താമസിക്കുകയും എൻ്റെ 27ാമത്തെ വയസ്സിൽ വളരെ യാദൃച്ഛികമായി ഞാൻ നാട്ടിലേക്ക് വരാൻ ഇടയായിത്തീരുകയും ചെയ്തു. I was able to stay back in Baroda for almost 11 years, and it was at the age of 27 that I could return back to my hometown. ആ 11 വർഷവും ഭവനത്തിലുള്ളവരുമായി, വീട്ടുകാരുമായി, നാട്ടുകാരുമായി യാതൊരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല. ഈ ബറോഡയിലെ ജീവിതം എന്നെ വല്ലാതെ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. ഒരു കൊലപാതകം ചെയ്തിട്ടില്ല എന്നതൊഴികെ ബാക്കി എല്ലാവിധമായ പാപത്തിന്റെ വഴികളിലും നിർബാധം സഞ്ചരിച്ച ജീവിച്ച ഒരു നികൃഷ്ട ജീവിയായിരുന്നു ഞാൻ. The 11 years of my life in Baroda was utterly a disaster,
I could only say that I was not to the point of committing a murder, and I was indulged in all other sins, and I was really a destroyed person by the time when I returned home. എന്റെ 28ാമത്തെ വർഷത്തിൽ കർത്താവ് വളരെ അത്ഭുതകരമായി എന്റെ ദേശത്തേക്ക് എന്നെ മടക്കി വിളിക്കുകയും അവിടെ ഒരു കാരണവുമില്ലാതെ ചില കാലം അവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു. ആ കാലയളവിൽ സുവിശേഷകൻ UM ചെറിയാനിലൂടെ ദൈവകൃപ കണ്ടെത്തുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. At the age of 28, the Lord brought me back to my hometown. Actually, there was no particular reason for my return, but still it was God's plan that God made me hear gospel from evangelist UM Cherian, and I could accept Lord as my personal savior. ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമത്തില് അന്നോട്ട് ഇന്നോളം ഞാനാണ് ആദ്യത്തെ വിശ്വാസിയും അവസാനത്തെ വിശ്വാസിയും. പിന്നീട് ഒരാൾ പോലും ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ദൈവകൃപ കണ്ടെത്തുവാൻ ഇടയായി തീർന്നിട്ടില്ല. അതിൽ നിന്ന് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ആത്മീയ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. I am the first and unfortunately the last one to know the Christ from my village, and from this situation you can know the condition of our village. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ആ ആദ്യ നാൾ മുതൽ പിന്നീട് ഇങ്ങോട്ട് 24 വർഷവും ഞാൻ എൻ്റെ ഗ്രാമത്തിന് അപരിചിതനാണ്, അവരാൽ പരിത്യക്തനാണ്. അവരിന്നും എന്നെ അവരിലൊരുവനായിട്ട് എൻ്റെ വീട്ടുകാർ പരിഗണിക്കുന്നില്ല. എനിക്കുള്ളത് എല്ലാം വിട്ട് എൻ്റെ സ്നാനത്തിന് ശേഷം 1998 എൻ്റെ ഗ്രാമം വിട്ടുപോരേണ്ടതായിട്ട് എനിക്ക് വന്നു. After my baptism in 1998, I had to leave my village because of accepting Lord as my personal savior. They were considering me as a stranger. Even I had to leave everything from my family also. പള്ളി അധികാരികളുടെ നേതൃത്വത്തില് ഒരു പറഞ്ഞ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയാം, അതുപോലെയുള്ള സംഘങ്ങളെ ഉപയോഗിച്ച് എൻ്റെ സ്നാനം തടയുവാനും എന്നെ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയുവാനുമുള്ള വലിയ പ്രയത്നങ്ങൾ ഉണ്ടായി. എന്നാൽ അത്ഭുതകരമായി കർത്താവ് ദേശത്ത് തന്നെ ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും തന്നെയും അന്നത്തെ കാലത്ത് കർത്താവിന്റെ അക്ഷരീകമായ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിന്റെ ശരിയായ ആത്മസാന്നിധ്യം കൊണ്ട് അന്ന് എന്നെ ബലപ്പെടുത്തുവാനൊക്കെ ഇടയായി തീർന്നു. From the church I was previously involved, authorities tried to bring problem during my baptism, that literally they sent quotation people to prevent my baptism, but by the grace of God helped me to witness the Lord, the waters of baptism, even in my own village, and stand there for the truth. സ്നാനത്തിന് ശേഷവും നാട്ടിലെ സ്ഥിതി വ്യത്യാസമൊന്നും വന്നില്ല. എല്ലാവരിലും ഒറ്റപ്പെട്ടു പോയവനായ ഞാൻ അതിലിടയ്ക്ക് തന്നെ ഈ ഗുജറാത്തിലുള്ള ബറോഡയിലുള്ള എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിച്ചിരുന്നു ചില പ്രത്യേക കാരണങ്ങളാൽ. അതുകൊണ്ട് എനിക്ക് നിലനിൽപ്പിനായി എവിടേക്കെങ്കിലും പോയേ തീരൂ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയ ദൈവദാസന്റെ മകൻ ഇവിടെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവനിലൂടെ ഒരു വഴി കണ്ടുപിടിച്ച് പത്തനംതിട്ടയിലെ മണ്ണാറക്കുളഞ്ഞിയിൽ വന്ന് ഇവിടെ ഒരു ആത്മീയ ജീവിതം കരുപിടിപ്പിക്കുവാനായിട്ട് ദൈവം വഴിയൊരുക്കി. After my baptism also things did not change. I was totally excommunicated from my church as well as the family and even from the village. So I had to find some means for my daily livelihood, since I have already given up my job in Baroda. So it was the son of that evangelist who brought me to the salvation, Brother VM Cherian, who was in Pathanamthitta, who helped me to come to Pathanamthitta and stay in Mannarkulanyi and started serving the Lord there. ദൈവകൃപയാൽ ആ മണ്ണാറക്കുളഞ്ഞി സഭയുടെ അന്നത്തെ ആത്മീക അന്തരീക്ഷം എൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരും മൂപ്പന്മാരും സഹോദരങ്ങളൊക്കെ എന്നെ വളരെ സ്നേഹിച്ചു. ആത്മീയമായി ഏത് നിലയിലും വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി തന്നു. ഒരു പരദേശിയായിട്ട് വന്നു ചേർന്ന എന്നെ അവർ സ്വന്തം ഭവനത്തിലെ അംഗത്തെ പോലെ കണ്ടു സ്നേഹിച്ചു. ഇന്നും ഈ 24 വർഷങ്ങൾക്ക് ശേഷവും അതേ സ്നേഹം ഞാൻ മണ്ണാറക്കുളഞ്ഞിയിലെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഈ പത്തനംതിട്ടയിലെ സഹോദരവർഗങ്ങളുടെ ഇടയിൽ നിന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
I was in fellowship with the Mannar Colony Assembly, and the spiritual condition in the assembly was really helpful for me to build up my spiritual life, and I am indebted to the assembly for all my spiritual growth. And even after this long period of 24 years, I still are supported and being encouraged by the assembly in Mannar Colony as well as dear ones in and around Pathanamthitta. 2000 എന്റെ വിവാഹം ഇവിടെ മണ്ണാർക്കുളഞ്ഞി അസംബ്ലിയുടെ ചുമതലയിൽ നടത്തപ്പെട്ടു. അതിനുശേഷം ഒരു വാടക വീട് അന്വേഷിച്ച് നടന്നു. അങ്ങനെ പല വാടക വീടുകളിലായി പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. ഒടുവിൽ 2011-12 കാലയളവ് തൊട്ട് മൈലപ്ര സഭയോടുള്ള ബന്ധത്തിലാണ് ഞാൻ തുടർന്നു വരുന്നത്. 2014 കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർപിരിയുകയും 2017 മൈലപ്ര സഭ തങ്ങളുടെ പൂർണ്ണസമയ സുവിശേഷകനായി എന്നെ അംഗീകരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സഭയോട് ബന്ധപ്പെട്ട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കുടുംബമായി സന്തോഷത്തോടെ ഞങ്ങൾ പാർത്തു വരുന്നു. I got married in the year 2000, and since 2011 I've been in fellowship with Mylapra Brethren Assembly and was serving the Lord. It was in 2014 that the assembly commended me as a full-time worker, and since 2017 I work as the evangelist in the assembly. കൃപയാൽ ഇന്ന് ഈ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവം എത്ര നല്ലവനായിരുന്നു, ഇപ്പോഴും എത്ര നല്ലവനാണ്. ഈ കഴിഞ്ഞ 24 വർഷം വളരെ ആത്മാർത്ഥമായി നെഞ്ചോട് കൈചേർത്ത് പറയുവാനും സാധിക്കും. ഒരിക്കൽ പോലും ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുവാനോ മനുഷ്യനിൽ ആശ്രയിക്കുവാനോ ദൈവം അനുവദിച്ചില്ല. ഇന്നുവരെയും ദൈവം തന്റെ അത്ഭുതകരമായ ആ നടത്തിപ്പ് പരിപാലനം തന്ന് സഹായിച്ചു. ഇന്ന് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയിൽ ഒരു കൊച്ചു ഭവനത്തിൽ ഞങ്ങൾ സന്തോഷത്തോടെ പാർത്തു വരുന്നത് എല്ലാം ദൈവകൃപയാണ്. അതിന്റെ ഓരോ മണൽത്തരിക്ക് പോലും ദൈവകൃപയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, സംതൃപ്തിയുള്ളവരായി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചു വരും. By the grace of God, all these 24 years, God has been good to us, and by the grace and mercy of God, we could continue in His service. We were not made to look to the face of any people, but the Lord has been good to us, and God led us so far. Now we have a little land and a house of our own where we continue living satisfactorily and leading a satisfied Christian life. എന്റെ സാക്ഷ്യം ഞാനിവിടെ നിർത്തുകയാണ്. എന്നാൽ എന്റെ സാക്ഷ്യം 2-ാം പിറവി എന്ന പേരിൽ ഒരു പുസ്തകം 78 പേജുള്ള ഒരു പുസ്തകമായിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്നെങ്കിലും ആ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കാം. ഈ നിലയിൽ my testimony is printed in a booklet named as Rebirth 2-ാം പിറവി, and some of you have read that book. Those who are not able to read that book, I tried to reach in the hands of all of you to have a look and read the book. ഈ നിലയിൽ കുവൈറ്റിലുള്ള ദൈവജനത്തോടൊന്നിച്ച് ഇങ്ങനെ കർത്താവിനെ മഹിമപ്പെടുത്തുവാനും നിങ്ങളോടൊന്നിച്ച് ആത്മീയ സന്തോഷം പങ്കുവയ്ക്കുവാനും കർത്താവ് എനിക്ക് ഒരുക്കി തന്ന ഈ അസുലഭമായ സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I praise God for this wonderful opportunity God has granted me to glorify the Lord along with the saints over Kuwait, as well as share the word of God with you in this manner. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ സംജാതമായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ കാണുവാനോ നിങ്ങളോടൊന്നിച്ച് സമയം ചെലവഴിക്കുവാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. I suppose if such a pandemic situation did not have arisen, there would have been no opportunity for me to meet you in this manner or spend time together in this regard. ഏതായിരുന്നാലും എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വചനവുമായിട്ട് നിൽപ്പാൻ എന്നെ സഹായിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ദൈവത്തെ നിങ്ങളെ ഓർത്ത് മഹത്വപ്പെടുത്തുകയും ചെയ്യും. I'm really happy that I could meet all of you in this manner, and thank the Lord for all of you, and I really thank the Lord for the opportunity God has given, and the Lord who works everything for our ultimate good is with us even as we share the word of God. ശേഷിക്കുന്ന സമയത്ത് എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The remaining time we shall spend in sharing the word of God, depending on the grace that God has imparted to me. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ സംഘർഷഭരിതമാണ്, പ്രശ്നസങ്കീർണമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലോകത്തിൽ നാം കടന്നുപോകുന്ന സാഹചര്യം, നമ്മുടെ സഹോദരവർഗം കടന്നുപോകുന്ന സാഹചര്യങ്ങളൊക്കെയും നമുക്ക് വിവരണാതീതമായിട്ട് ഇരിക്കുന്നു. We know that Christian living is really troublesome. Even many of our dear ones are passing through different situations and passing through difficulties and problems. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടെ അവയെ അഭിമുഖീകരിക്കുകയും വളരെ ദൈവകൃപയോടുകൂടെ അതിനു മുമ്പേ പതരാതെ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ സാഹചര്യത്തെ മറികടക്കുന്ന അനേക വിശ്വാസികളെ നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. We are able to meet many believers who are able to victoriously face the unexpected trials and problems that come across their life by the grace of God and depending on the Lord. അപ്പൊ തന്നെ വളരെ ചെറിയൊരു പക്ഷം ജനങ്ങള്, ദൈവമക്കൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് സാധിക്കാതെ അവരെ നിരാശപ്പെട്ട് ഊന്നിപ്പോവുകയും പലപ്പോഴും നിരാശയുടെ വാക്കുകൾ ഉരുവിടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. At the same time, we can see at least few of the believers who are not able to face such situations, and they get disappointed and they shrink to themselves in the spiritual life. പലപ്പോഴും പരിശോധനകൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങള് വളരെ അപ്രതീക്ഷിതമായാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. Many a times tests and trials sometimes would appear our life unexpectedly. നമ്മുടെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും കഷ്ടമുണ്ട്. മറ്റൊരിടത്ത് നാം വായിക്കുന്നത് കഷ്ടം അനുഭവിക്കുവാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. We read in the word of God that all those who would like to lead a godly life will have tribulation, and also we are told that we are called to pass through tribulations given as a gift of grace. ഈ മഹാമാരി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിലെ ഏതൊരു സാഹചര്യങ്ങളും, പെട്ടെന്നുണ്ടാകുന്ന ഏതൊരു സാഹചര്യങ്ങളും എല്ലാം ശുഭമായി പോകുന്നു എന്ന് തോന്നിയ നല്ല സമയത്തായിരുന്നു യോബിന്റെ ജീവിതത്തിൽ വെള്ളടി പോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പെയ്തിറങ്ങിയത്. I'm not just referring about the pandemic situation that we are passing through now. I mean all the unexpected situations that we come across, the problems and trials that we need to face. Just as what we read about Job, when things were going well, all of a sudden he was put into difficulties and trials, just as thunder and lightning in his life. എന്നാൽ ആ സമയത്ത് യോബ് എന്ന വ്യക്തിയിലെ ആ വലിയ വിശ്വാസവീരനെ നാം കാണുകയാണ്. But even at that time we see how bold that godly man Job is. തന്റെ തല മുണ്ടനം ചെയ്ത് സ്വയം അനാവൃതനായി ദൈവത്തിന്റെ മുമ്പാകെ നെടുമ്പാട് വീണ് തനിക്ക് ആ സാഹചര്യം അനുവദിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന യോബിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. There we can see Job who shaved his head and who was falling prostrate before God, even naked, and worshiping the Lord, even such situation. ഇങ്ങനെയുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനും സകലവും നിവർത്തിക്കുവാൻ സഹായിക്കുവാൻ ശക്തനായ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കുവാനും നമുക്ക് ഇടയായി തീരണം. We need to cling on to our God, who is able to help us to get through all such situations, and the one who is able to lead us through when we pass through such situations of unexpected situations of emergencies. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പോരാട്ടങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല, അവ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. അപ്പോൾ തന്നെ അവയെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന പരിശീലനവും ദൈവം നമുക്ക് നൽകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു.
Bible clearly says that God not only allows problems in our life that we need to face it, but also he gives us grace to victoriously face it or handle it. 144 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന്. Psalm 144 and verse 1, Psalmist says like this: Blessed be the Lord my strength, which teaches my hands to war and my fingers to fight. ഈ ദാവീദിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ ദാവീദ് കാണിക്കുന്ന വിശേഷാൽ തന്റെ ദാവീദ് പ്രദർശിപ്പിക്കുന്ന തന്നിലെ ഗുണങ്ങളും അവിടെ തനിക്ക് ലഭിക്കുന്ന ആത്യന്തികമായ വിജയത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I would like to bring to your notice and meditation an incident that happened in the life of David, and there how he was able to demonstrate the good quality and how he was able to victoriously handle it. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഒന്നായ ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. I would like to read verses 1, 2 and 3 of 1 Samuel chapter 17. ഇവിടെ ഈ വാക്യങ്ങളിൽ നാം കാണുമ്പോൾ വളരെ പെട്ടെന്ന് തീർത്തും അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. In the context, we can see that the people of Israel were all of a sudden drawn into a war. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗൽ ഇസ്രായേലിൽ സകല മനുഷ്യരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയവൻ, അതെ, അവനെ പോലെ മറ്റാരുമില്ലല്ലോ എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവനാണ് അവർക്ക് നേതൃത്വം നൽകുന്നത്. We know that it was the first king of Israel, King Saul, who was taller than all the people, above the shoulders, and about whom the Bible says that there was none like him, was the leader of the army. നാം 17-ന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ വായിക്കുന്നത്: അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടി അവർ യഹൂദായ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ചുകൂടി. സോഖോവിനും അസേക്കയ്ക്കും മധ്യേ എഫേസ് ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. മുന്നോട്ട് പോട്ടെ. ഓക്കെ, അവിടെ നാം ഈ ഒരു പ്രത്യേക യുദ്ധ സാഹചര്യം അപ്രതീക്ഷിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഫെലിസ്ത്യർ അങ്ങോട്ട് കടന്നു കയറി ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് ഉണ്ടായത്. We can know that this situation of war was unexpected, and we can see that the Philistines were taking initiative to encroach and attack the people of Israel. ഇങ്ങനെയൊരു സാഹചര്യം ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഫെലിസ്ത്യ സൈന്യത്തെ എതിരിടാനുള്ള കായബലവും മനോബലവും ശൗലിനുണ്ട് താനും. It was not the first instant that the Philistines were waging war against the people of Israel, and even we know that King Saul was mentally and forcefully prepared to meet the requirements of such war. എന്നാൽ അപ്രതീക്ഷിതമായി ഫെലിസ്ത്യ നിരയിൽ നിന്ന് ഇറങ്ങി വന്ന ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ ശൗലിന്റെ പ്രതീക്ഷകളെ പാടെ തകിടം മറിച്ചു. മാനസികമായിട്ട് യുദ്ധം പരാജയപ്പെട്ടവനായിട്ട് ശൗൽ അവിടെ പാളയത്തിൽ നിൽക്കുന്നത് നാം കാണുന്നു. But all of a sudden, a giant whose name was Goliath came forward, and it all toppled the dream and preparation of Saul with regard to the battle. ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ശത്രുവിന്റെ ആഗമനവും അതേ സമയത്ത് തന്നെ ഇസ്രായേൽ പാളയനിരയിൽ വളരെ യാദൃച്ഛികമായി വന്നെത്തുന്ന ദാവീദ് എന്ന രക്ഷകനെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും. So in this context we can see Goliath, a giant who came forward all of a sudden challenging the people of Israel,
and also a little boy, David, who accidentally came over there, who posed himself as the deliverer of the people of Israel. മുഴുവൻ ഇസ്രയേലിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് ദാവീദ് ഏകനായി തന്റെ ദൈവത്തിൽ ആശ്രയിച്ച് ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. There we can see that David was depending and trusting on his God as the whole people of Israel were witnessing him to tackle the situation. കേവലം ഒരു മുന്നേറ്റം മാത്രമല്ല, ആത്യന്തികമായി ആ ശത്രുവിന്റെ മേൽ, സകല സൈന്യത്തിന്റെ മേൽ വിജയം നേടിയാണ് ദാവീദ് തിരിച്ചു വരുന്നത്. We can know that David was not just going forward and defeating Goliath, but also he was able to claim victory over the whole army of Philistine. ശൗൽ പരാജയപ്പെട്ടെടുത്ത് ദാവീദ് എന്ന ഒരു ബാലൻ എന്ന് മറ്റുള്ളവർ വിലയിരുത്തിയ ദാവീദ് എങ്ങനെ വിജയം വരിച്ചു എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീരട്ടെ. Let's quickly look to how this young man or a boy David could claim victory where King Saul was a failure. ദാവീദ് വന്നു ഈ ഫെലിസ്ത്യ നിരകളിൽ മുന്നോട്ട് നീങ്ങി നിന്ന് ഇസ്രയേലിയ നിരകളെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ കണ്ടു. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ശൗലിനെ പോലെ അവൻ ആ ശത്രുവിന്റെ വലിപ്പം കണ്ട് ഭയന്ന് പിന്നോക്കം മാറിയില്ല. Here we can see that when David came over there, he came forward and saw that Goliath, who was challenging the people of Israel, but he was not afraid of his stature like King Saul. ഗോലിയാത്തിന്റെ വലിപ്പമോ അവന്റെ ഭീകരഭാവമോ ദാവീദിന്റെ മനസ്സിനെ ഭയപ്പെടുത്തിയില്ല. കാരണം താൻ ആശ്രയിക്കുന്ന ദൈവമായ യഹോവ, ഇസ്രയേലിയ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവൻ ഗോലിയാത്തിനേക്കാൾ വലിയവനായ ദൈവമാണ് എന്ന് ദാവീദിന് വളരെ നിശ്ചയമുണ്ടായിരുന്നു. David was not afraid of the stature of the physique of his opponent Goliath, because he was confident that the Lord whom he trusts is mightier than his enemy. ശൗലിനെ പോലെ തന്നെ ശത്രുവായ ഗോലിയാത്തുമായിട്ട് താരതമ്യം ചെയ്ത് പരാജയ ഭീതിയാൽ പുറകോട്ട് മണ്ടി മാറുവാനല്ല ദാവീദ് ശ്രമിച്ചത്. പകരം ദാവീദ് പ്രശ്നങ്ങളെ ദൈവോന്മുഖമായിട്ട് കൈകാര്യം ചെയ്തു. David was not going by or not trying to see things as Saul was seeing. What he did was that he just compared his capacity or capability with his enemy, and since he was not able to face him, he was just withdrawing himself. But David was prepared to go forward. അതിന് കാരണമായിരിക്കുന്നത് ഈ യുദ്ധം താനും ഗോലിയാത്തും തമ്മിലല്ല, ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന ഗോലിയാത്തുമായിട്ടുള്ള ഒരു പ്രത്യേക യുദ്ധമാണിതെന്ന് മനസ്സിലാക്കി അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. The reason is that David could see this battle not just a fight between himself and Goliath, rather it was a fight against the enemy of God. ഒരിക്കലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പർവ്വത സമാനം കണ്ട് നാം ഭയപ്പെട്ടു പോകരുത്. ഏതൊരു പ്രശ്നങ്ങൾ മുമ്പിൽ വലുതായിട്ട് വരുമ്പോഴും അവനേക്കാൾ വലിയവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. We should never be discouraged seeing the intensity of our problems that we face, but we should always be confirmed, and we should have the confidence that the one who is able to face any problem is with us. ഒന്നാമത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മേൽ മാനസികമായിട്ടുള്ള ആധിപത്യം നേടുക എന്നുള്ളതാണ്. First of all, what is required is that we need to have a psychological upper hand on our problems. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം താൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശത്രുവിന്റെ മേൽ മാനസികമായ വിജയം അവൻ നേടിയെടുത്തു. David was able to claim his victory over Goliath, his enemy, by trusting on God. സങ്കീർത്തനം 18:29 ദാവീദിന്റെ ദൈവാശ്രയം നാം കാണുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും.
In Psalm 18 and verse 29, we see the trust of David, that he says, "For by thee I have run through a troop, and by my God have I leaped over a wall." മറ്റൊരു സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ദാവീദ് ഇങ്ങനെ പറയുന്നു, ബലം യഹോവയ്ക്കുള്ളതെന്ന് അവൻ ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. In another psalm, David says that strength belongs to God, which he had said once and I have heard it twice. അതെ, ഇതേ അധ്യായത്തിന്റെ തന്നെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദിലുള്ള മറ്റൊരു ഗുണം നാം കാണുന്നു, ദാവീദിന്റെ ആത്മവിശ്വാസവും ധൈര്യവും. In verse 32, we see the courage and confidence of David. ഭയന്ന് വിറച്ചിരിക്കുന്ന ശൗലിനോട് ദാവീദ് പറയുകയാണ്, ഇവന്റെ നിമിത്തം ആരുമായി അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ സൈന്യത്തോട്, ഈ ഫെലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. And David said to Saul, "Let no man's heart fail because of him. Thy servant will go and fight with this Philistine." 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലും ദാവീദിന്റെ ആത്മധൈര്യവും അവന്റെ ആത്മവിശ്വാസവും വെളിപ്പെടുത്തുന്ന വാക്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. Even verse 34 through 37, we can see the confidence of David is reflected. യിരെമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. In Jeremiah chapter 20 and verse 11, we read like this, "But the Lord is with me as a mighty, terrible one. Therefore my persecutors shall stumble, and they shall not prevail. They shall be greatly ashamed." പ്രശ്നങ്ങളുടെ മേൽ മാനസികമായ ആധിപത്യം സ്ഥാപിക്കുന്നത് മാത്രമല്ല, തുടർന്ന് അവനോടുമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആത്മവിശ്വാസവും ധൈര്യവും നമുക്ക് ആവശ്യമാണ്. We need not only the mental capacity to control the situation, to overcome the situation, but also we need to have the confidence to face it. അതിനാവശ്യം എന്ന് പറയുന്നത് തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും തന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ ആ വലിയ കരുതലും തനിക്ക് ബോധ്യമാകുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവനായിരിക്കണം. The reason is that he was quite confident and confirmed about the power that encircles him and also the care of God that is available for him. 34 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിൽ ദാവീദ് തന്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം തന്നോട് കൂടെ ഇരുന്ന് ചെയ്യിപ്പിച്ചതായിട്ടുള്ള വലിയ 2 അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പ്രസ്താവിച്ച് അവൻ ദൈവത്തിൽ ഊറ്റം കൊള്ളുകയാണ്. In verse 34 to 37, we see that David was narrating 2 incidents in his past life where he was able to victoriously handle it by the power of God. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളുടെയും മുമ്പാകെ നാം പതറിപ്പോയാൽ ഒരു വിധത്തിലും നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകുവാനോ അതിന്മേൽ വിജയം കൈവരിക്കുവാനോ സാധിക്കുകയില്ല. If we lose our heart when we face problems, we will never be able to overcome it, or we will never become victorious over it. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ ഏകനായിട്ടല്ല, എന്നോടുകൂടെ മഹാവീരനായി എന്റെ ദൈവം, എന്റെ കർത്താവ്, എന്റെ ആത്മനാഥൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. We really need to have that confidence and surety that God, who is Almighty, is with me and He is working with me. എന്നോടുകൂടെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ അതേ കർത്താവ് തന്നെയാണ് ഞാൻ എല്ലാ കാലവും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മെ സാന്ത്വനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത്. The very Lord who said that apart from me you cannot do anything is the Lord who promised that behold, I will be with you even to the end of the ages. ആത്യന്തികമായി ദാവീദ് നേടിയെടുത്ത വിജയത്തിന് ആധാരമായിട്ട് ഇനിയും ചില പോയിന്റുകൾ പറയുവാൻ എനിക്കുണ്ടെങ്കിലും
ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Even though I have some other points to put forth, how ultimately David was able to claim victory over the Philistine, but I just want to conclude mentioning only one point. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, അതൊരു പക്ഷേ രോഗമാകാം, എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളാകാം, ഏത് സാഹചര്യങ്ങളായാലും അതിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന, ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ഭീഷണി എപ്പോഴും ഉണ്ടാകും. ആ ഭീഷണിയെങ്കിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഗുണവിശേഷം. Another quality that we need to maintain is that behind every problem that we face, whether it be disease or disaster in life, whatever it may be, there can be a challenge behind it that we need to face it, and we should not lose heart when facing that challenge in our life. 17-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഗോലിയാത്ത് എന്ന മല്ലൻ ദാവീദിനെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. In verse 42 to 44 of chapter 17, we see how this Goliath was challenging David and how he was trying to put him down. അതേ ഭീഷണി കേട്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ട് തന്റെ കൂടാരത്തിൽ ഒളിച്ചിരിക്കുകയാണ് ശൗല്. എന്നാൽ ഒരു പടയാളി പോലും അല്ലാത്ത ദാവീദ് യാദൃച്ഛികമായി ബന്ധുഭവിച്ചിരിക്കുന്ന ആ വലിയ സംഗതിയുടെ ഭവിഷ്യത്തിന് മുമ്പിൽ പതറിപ്പോകാതെ അവന്റെ ഭീഷണിക്ക് വളരെ യുക്തിസഹമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് ആ ശത്രുവിനെ നിശബ്ദനാക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. We see here that King Saul, when he was facing such a threat from the enemy, he was not able to face it, and he was just retreating from the situation. But at the same time, we see David, who was able to take it up with courage and was able to face it. ഗോലിയാത്തിന്റെ ഭീഷണികൾക്ക് ചുട്ട മറുപടി എന്നോണമാണ് 17-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ദാവീദിന്റെ മറുപടി ഇരിക്കുന്നത്. In verse 45 and 46, we can see when David was giving the reply, he was actually giving tit for tat for the threat that Philistine was putting forth against David. ദൈവത്തിന് വേണ്ടി യുദ്ധം നയിക്കുന്നു എന്ന് മാത്രമല്ല, താൻ അങ്ങനെ ഒരു പ്രവൃത്തിക്കായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിലെ ദാവീദിന്റെ ഹൃദയത്തിലെ ഒരു പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ ഒടുവിൽ കാണാം. 47-ാം വാക്യത്തിൽ യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ദാവീദ്. Not only that he committed himself to wage war against the Philistine to kill him, but also his intention was that in verse 47 we read, and all this assembly shall know that the Lord saveth not with sword and spear, for the battle is the Lord's, and he will give you into our hands. He wanted to bring glory to God for what he is going to do. മാനസികമായി പരസ്പരം ആധിപത്യം പുലർത്തുവാൻ ശ്രമിച്ചപ്പോൾ ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനുമേൽ മാനസിക ആധിപത്യം സ്ഥാപിച്ച് അവനെ മാനസികമായി തകർത്ത് കളഞ്ഞു എന്ന് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. In those verses we can see that David was able to claim an upper hand on the mental conflict that both David and Goliath had through their dialogues, and he was able to have an upper hand on what he was claiming. ദാവീദ് ഒരു ബാലൻ എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശൗല് ശ്രമിച്ചെങ്കിലും അവന്റെ ധൈര്യവും ചങ്കൂറ്റവും ദൈവത്തിലുള്ള ആശ്രയവും കണ്ടിട്ട് ചെല്ലുക, യഹോവ ഈ ഫെലിസ്തന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശൗല് യുദ്ധമുഖത്തേക്ക് അയക്കുകയാണ്. There we can see that initially when he was considering David as a boy who was not able to face the situation, but when Saul could witness the confidence and courage that David had, later we see that he was
encouraging him to go forward and face him, and he was confident that the Lord would give him victory over Goliath. തന്നെയുമല്ല, മാനുഷികമായ നിലയിൽ ശൗല് തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിക്കുന്നതായി തന്റെ ശിരസ്ത്രം, താമ്രശിരസ്ത്രം അവന്റെ തലയിൽ വെച്ചു കൊടുത്ത്, തന്റെ കവചം ഇടിവിച്ച്, തന്റെ വാളും കൊടുത്ത് അവനെ യുദ്ധത്തിന് സന്നദ്ധനാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. There we see that Saul was trying to prepare David for facing Goliath by making him put on all his armaments and his whole armor. എന്നാൽ ദാവീദ് ജഡസംബന്ധമായിട്ടുള്ള ആ തരത്തിലുള്ള ആ യുദ്ധ സാമഗ്രികളിൽ അവൻ ആശ്രയം വെക്കുന്നില്ല. അവൻ പറയുന്നത്, അവൻ അത് ധരിച്ചു നടപ്പാൻ നോക്കി, എനിക്ക് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. വാക്യം 38-39. In verses 38 and 39, there we see that David was telling that he was not familiar with all these things, so he just wanted to keep it back because he could not walk after having put on all those armaments. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പൗലോസ് ആരോടാണ്, ഏത് നിലയിലുള്ള പോരാട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്, അതിന് ഏത് നിലയിലുള്ള ആ യുദ്ധായുധങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു. In Ephesians chapter 6 and verse 12, we see Apostle Paul was explaining our spiritual warfare, and he is telling that we do not have war against flesh or blood, but he is making it clear our opponent and how we need to be prepared to wage war against our spiritual opponent. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ അനുവദിക്കുന്ന ദൈവം, സംഘർഷങ്ങൾ അനുവദിക്കുന്ന ദൈവം, അതിനെ പൊരുതി ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ സർവായുധ വർഗം നമുക്ക് അനുവദിച്ചു തന്നിരിക്കെ, നമ്മുടെ കയ്യേൽപ്പിച്ചിരിക്കെ, നാം മാനുഷികമായ ബുദ്ധിയിൽ ജഡികായുധങ്ങളുമായിട്ട് ഇത്തരം യുദ്ധങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് ഒരിക്കലും പരിശ്രമിക്കരുത്. നാം പരാജയപ്പെട്ടു പോകും. The very God who allows problems and trials and difficulties and conflicts in our life has already given us his whole armor to put on and to victoriously face the struggle. If we depend on our physical strength and physical weapons, that will not please God, and we will never ever be victorious with the help of such physical weapons. ദാവീദ് കേവലം കവണയും ചില കല്ലുകളുമായിട്ട് ഫെലിസ്തീന്റെ നേരെ ഓടിച്ചെല്ലുന്നത് തന്റെ കയ്യിലെ തന്റെ സ്വന്തം ആയുധമായ കവണ തന്നെ രക്ഷിക്കും എന്നുള്ള ആ ബോധ്യത്തോടു കൂടിയല്ല, മറിച്ച് താൻ തന്നെ യഹോവയുടെ കയ്യിൽ ഒരു ആയുധമായിട്ട് ഇപ്പോൾ തീരുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ അവൻ തന്നെത്താൻ ദൈവത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ദൈവത്തിന്റെ സർവായുധ വർഗം താൻ ഏറ്റെടുത്ത് ധരിച്ച് യുദ്ധത്തിന് പുറപ്പെടുകയായിരുന്നു. When David went forward with that sling in his hand and the stone in his hand, he was not just depending on the stone or the sling that he had in his hand, but he knew that he was depending on God, and he was actually putting on God's whole armor to be victorious over his opponent. 50-ാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇങ്ങനെ, ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നു മുടിച്ചു എന്ന് നാം വായിക്കുകയാണ്. In verse 50, it says that so David prevailed over the Philistine with a sling and with a stone. ശൗലും ശൗലിന്റെ മകനും വീരശൂര പരാക്രമികളാണെന്നും അവരുടെ വാളിനെ വെന്നു ജയിക്കുവാൻ ആരുമില്ലെന്നും പിന്നത്തേതിൽ ദാവീദ് തന്നെ പുകഴ്ത്തുന്ന ആ ശൗൽ പരാജയപ്പെട്ടു പോയിടത്ത് ആത്മധൈര്യം കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗം തന്റെ കയ്യിലേക്ക് എടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചു പോയി യുദ്ധം ജയിച്ച് ആത്യന്തികമായി വിജയശ്രീലാളിതനായി മടങ്ങി വരുന്ന ദാവീദിനെ നാം ഇവിടെ കാണും. We see David was able to claim victory over this Philistine, where Saul and his sons, even David was explaining them as they are mighty men and there was none like them, but still where they failed, where they were afraid, David was able to go forward and prevail over this Philistine by the strength of the Lord.
പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശോധനകൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാഹചര്യങ്ങള് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ പെട്ടെന്ന് തകിടം മറിഞ്ഞെന്ന് വരാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ അനുവദിച്ച ദൈവമാണ് നമ്മുടെയും ദൈവം. ദൈവം നമുക്കും അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കൊണ്ടുവന്നു എന്ന് വരാം. Oh, dear ones, things in our life may change all of a sudden. Our situations may drastically change, just as what happened in the life of Job, that God brought everything as a disaster in the life of Job all of a sudden. ഒരു ദൈവ പൈതലിനെ പോലെ, ഒരു ദൈവത്തിന്റെ മനുഷ്യനെ പോലെ എന്ന പോലെ നാം ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്താൽ ആത്യന്തികമായിട്ടുള്ള വിജയം നമ്മുടേതായിരിക്കും, നമ്മുടേത് മാത്രമായിരിക്കും. If we are able to respond to such situations with a mind of a godly man or godly person, then the ultimate victory would be ours. ദാവീദിൽ നിന്ന് നാം മനസ്സിലാക്കിയ 1-2 പോയിന്റുകൾ ഇതാണ്. ഒന്നാമത്, ദാവീദ് ഗോലിയാത്തിനെ കണ്ടു, അവന്റെ ആകാര വലിപ്പം അവനെ ഭയപ്പെടുത്തിയില്ല എന്നുള്ളത് നാം കാണുകയുണ്ടായി. Now, some things that we can learn from the life of David from this portion is that, first of all, David was not scared of the physical structure of his opponent. ഗോലിയാത്ത് എത്രത്തോളം ഗുരുതരമായ പ്രശ്നമാണെന്ന് ദാവീദിന് അറിയാം. പക്ഷേ ആ വലിയ പ്രശ്നത്തിന് മുന്നിലേക്ക് അവൻ തന്റെ വലിയവനായ ദൈവത്തെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു, പ്രതിഷ്ഠിച്ചു. അവൻ ധൈര്യം പ്രാപിച്ചു. David knew that his opponent is mighty and his war is really serious and great, but he was able to present his God, who is mightier than all the problems of his opponent, before him, and was able to claim victory. ഈ യുദ്ധം ജയിക്കുവാൻ താൻ ഏതുമല്ലെന്ന് ദാവീദിന് അറിയാവുന്നതുകൊണ്ട് ദാവീദ് തന്നിലേക്ക് നോക്കിയില്ല, തന്നെ ചേർത്ത് ഗോലിയാത്തുമായി താരതമ്യം ചെയ്യാൻ പോയില്ല. അവൻ തന്നേക്കാൾ വലിയവനായ ദൈവത്തിന്റെ കൃപയിലും കരുണയിലും ബലത്തിലും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. David knew that he was not a match physically for his opponent, so he did not try to compare himself with his opponent Goliath. Rather, he put the matter before God, and he wanted to see God works in his life to claim victory. മരുഭൂമികളിലും വനാന്തരങ്ങളിലും തന്റെ അപ്പന്റെ ആടുകളുമായി പോയ സമയത്ത് കടുവയുടെയും സിംഹത്തിന്റെയും കയ്യിൽ നിന്ന് വിടുവിച്ച ആ വലിയവനായ ദൈവത്തിൽ അവൻ ആത്മവിശ്വാസം കൈക്കൊണ്ടു. അവൻ ധൈര്യം പ്രാപിച്ചു. അവൻ സാഹചര്യങ്ങളെ വളരെ മനോബലത്തോടുകൂടെ അഭിമുഖീകരിച്ചു. He knew the very God who took care of him when he was shepherding the sheep of his father, and occasion when a bear and a lion came, he was able to tear them into pieces. And he knew this very same God is with him, and he had confidence and trust in that God who would help him to victoriously defeat this opponent Goliath. ശത്രുവിന്റെ ഭീഷണിയെ ഭയപ്പെടാതെ ആ ഭീഷണിക്ക് തക്കതായ മറുപടി തന്റെ ദൈവത്തിൽ ചാരി നിന്നുകൊണ്ട് കൊടുക്കുവാനും അങ്ങനെ മാനസികമായും ആത്യന്തികമായി അവന്റെ ആ ശത്രുവിനെ കൊന്നു മുടിക്കുവാൻ തക്കവണ്ണം അവന് മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ദാവീദിന് സാധിച്ചു. ആത്യന്തികമായ വിജയം ദാവീദിന്റേതായി തീർന്നു. David was not scared of the threat that his opponent put forth. Rather, he was able to gain the victory over him by the mental power that he could claim from his God, and also he was able to have upper hand, predominance over the mind and the claim of his opponent. നമ്മുടെ ദൈവം സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവനിൽ നമുക്ക് ധൈര്യപ്പെടാം. ആത്മവിശ്വാസത്തോടുകൂടെ നമ്മൾ ജീവിത സാഹചര്യങ്ങളെ, ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. അവിടുന്ന് മഹാവീരനെ പോലെ നമ്മോടുകൂടെ വരും. ശത്രുവിന്റെ ഭീഷണിയെ നമുക്ക് ഭയപ്പെടുവാൻ യാതൊരു കാര്യവുമില്ല. പ്രിയ ദൈവമക്കളെ, വിജയം നമ്മോടുകൂടെയാണ്. കാരണം ഈ ദൈവം നമ്മോടുകൂടെയുണ്ട്. അവൻ നമ്മുടെ ദൈവമാണ്. Our God is enthroned in heaven. He is almighty. He is with us, and he is always ready to come with us to fight against all our enemies. And dear ones, this God is our God, and he is able to give us victory in our life when we trust and depend on him.
പരിമിതമായ സാഹചര്യത്തിൽ എന്റെ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഈ നിലയിൽ വചനത്തെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this opportunity, even though the time was limited and even my situation was limited, but still God has given me strength to share word with you. ഇങ്ങനെയൊരു സാഹചര്യം, ഇങ്ങനെയൊരു സാവകാശം എനിക്ക് അനുവദിച്ചു തന്ന ഈ ദൈവസഭയുടെ ചുമതലക്കാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള എന്റെ വ്യക്തിപരമായ നന്ദിയെ ഞാൻ അറിയിക്കുകയും ചെയ്യും. I praise God for the responsible brethren in the assembly who made it possible such a situations to share word of God with you, and I acknowledge my gratitude to them. ദൈവം തന്റെ വചനങ്ങളിലൂടെ നമ്മെ നല്ല ആലോചനകളിലൂടെ നയിക്കട്ടെ, നടത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. May the Lord lead us in good thoughts and in good words from His word. May His name be glorified. Amen.